ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാനത്ത് പണിമുടക്കുകയാണ്. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സിപിഐയുടെ സർവീസ് സംഘടനകളുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഈ പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, പുതിയ ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന. സർക്കാരിനെതിരെ നടത്തുന്ന സമരം, അത് CPIയുടെ സംഘടന പോലും അതിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. എന്തെല്ലാം ആവശ്യങ്ങൾ അക്കമിട്ടുകൊണ്ടുകൂടിയാണ് ഈ സമരം? ഡയസ്നോൺ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് അതേത് തരത്തിൽ സമര സംഘടനകൾ കരുതുന്നു? ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകുന്നത്. ഷംന, കേൾക്കാമെങ്കിൽ വിട്ടുനിൽക്കുന്നു എന്നതിനാൽ തന്നെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് പ്രദേശ സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് ടൈം ഉണ്ട്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാര് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടപടികളെ ഇത് അത്ര കണ്ട് ബാധിക്കില്ല. സമരം നടക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ഷംന പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാത്തതെന്ന് മനസ്സിലാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ സംഘടനകളടക്കം പണിമുടക്ക് നടത്തുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം, DA കുടിശ്ശിക വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണം, ലീവ് സറണ്ടർ അനുവദിക്കണം, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം. CPIയുടെ സംഘടനയും ഇതിനകത്തൊപ്പമുണ്ട്. സർക്കാർ ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്കല്ല കടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും വിവിധ ഓഫീസുകളിലൊക്കെ ഇന്ന് രാവിലെ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ സമരത്തെ നേരിടാൻ ഡയസ്നോൺ അടക്കം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓഫീസുകൾക്ക് പോലീസ് സംരക്ഷണം നൽകും എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഷംന, കേൾക്കാമോ? ഏത് തരത്തിലാണ് ഡയസ്നോൺ അടക്കമുള്ള സർക്കാരിന്റെ നിലപാടിനെ സമര സംഘടനകൾ കാണുന്നത്? പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എങ്കിൽ കൂടി ഈ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ പണിമുടക്ക് മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, പുതിയ ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്നത്. നമ്മളൊപ്പം ഇപ്പോൾ NGO സംഘടനാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണിമുടക്കുന്നത്. ഒപ്പം തന്നെ വിവിധ ഗേറ്റുകളിലായി സെക്രട്ടേറിയറ്റ് വിവിധ ഗേറ്റുകളിലായി സംഘടനകൾ ഇത്തരത്തിൽ പണിമുടക്ക് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ജീവനക്കാരെ തടഞ്ഞുകൊണ്ട് ഒരു നടപടി അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത നടപടിയിലോട്ട് പോകില്ല എന്ന് കൂടി സംഘടനകൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഡയസ്നോൺ അത്തരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും അത് ബാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ NGO-കാരാണ് ഇപ്പോൾ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പണിമുടക്ക് നടത്തുന്നത്. ട്രഷറി ഗേറ്റിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ അതേസമയം CPM പ്രവർത്തകർ, CPM സംഘടനകളുടെ അനുകൂലികളാണ് കൂടുതലായും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ. അതുകൊണ്ട് തന്നെ അവർ ഈ സമരത്തിൽ നിന്നും ഈ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. അതേസമയം ഈ മറ്റ് സംഘടനകൾ ശക്തമായി തന്നെ ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകും. അത് സർക്കാർ ഈ പണിമുടക്ക് നിർത്തലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഒരു പരാജയമാണെന്ന് കാണിക്കാൻ വേണ്ടി സർക്കാർ നടപടികളുമായൊക്കെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് സമരം പണിമുടക്ക് പൂർണ്ണമായി വിജയമാക്കുക എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ വിവിധ ഗേറ്റുകളിലായി പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ സംഘടനകൾ ഉണ്ടായിരുന്നു. അത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ പിന്നീട് സമയം പോകും തോറും ഈ ഒരു പണിമുടക്കിന്റെ ശക്തി, അതിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ ആവശ്യങ്ങൾ
പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ്. ഷംനയിലേക്ക് വരാം. സമരം തുടരുകയാണ്, അതുകൊണ്ട് കൂടിയാണ് വ്യക്തമായിട്ട് കേൾക്കാത്തത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓഫീസുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. പക്ഷേ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പ്രതിപക്ഷ സംഘടനകൾ. അതായത് വിവിധ ആവശ്യങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നുള്ളൊരു ആവശ്യം, DA കുടിശ്ശിക വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്ന് സമരക്കാർ പറയുന്നു. ലീവ് സറണ്ടർ അനുവദിക്കണമെന്നുള്ള ആവശ്യമുണ്ട്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ള ആവശ്യമുണ്ട്. പ്രതിപക്ഷ സർവീസ് സംഘടനയുടെ കൂട്ടായ്മയായ സെറ്റോയാണ് പ്രധാനമായും സമരത്തിലൊപ്പം. CPIയുടെ സംഘടനയായിട്ടുള്ള ജോയിന്റ് കൗൺസിലും ഇതിനോടൊപ്പം പണിമുടക്കുകയാണ്. ഷംന, കേൾക്കാമെങ്കിൽ ഷംന നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം സർക്കാർ ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഓഫീസുകൾക്കെല്ലാം പോലീസ് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരുപക്ഷെ ഘടകകക്ഷിയായ CPIയുടെ സംഘടന ഇതിനകത്തുണ്ട് എന്നുള്ളത് പോലും ഈ സമരത്തെ അനുഭാവപൂർവ്വം നേരിടണം എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ഇതേത് തരത്തിലേക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ പ്രതിപക്ഷ സംഘടനയ്ക്കുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോവില്ല. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടിയിലുള്ള ഈ ഭരണ മുന്നണിയിലുള്ള ആളുകൾ തന്നെയാണ് 4 വകുപ്പുകൾ, പ്രധാനമായും 4 മന്ത്രിമാരുള്ള CPI തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പണിമുടക്കിൽ കടന്നു വന്നിട്ടുള്ളത്, മുമ്പോട്ട് വന്നിട്ടുള്ളത്. എത്ര ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളത് പോലും നമ്മൾ ആലോചിക്കണം. ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളത് പോലും. ഷംനയാണ്. ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് സർവീസ് സംഘടനകളുടെ പ്രതിനിധികളും നേരത്തെ പ്രതികരിച്ചത്. ഐശ്വര്യ ഷംന. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.